ഓക്കെ. അപ്പോ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് പറയാനുള്ള ഇത്ര മാത്രം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ മുമ്പിൽ ഇരിക്കുക. മാത്രമല്ല, നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫാമിലിയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് ജനറേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ. ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനും മറ്റെവിടെയും കിട്ടാത്ത ഒരു ഉത്തരത്തിനുമുള്ള ഒരു വെബിനാർ ആയിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. ഓക്കെ. അപ്പം അതെന്താണ് പ്രോബ്ലം ചോദിച്ചാല് നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മൾ ഇനി എന്തൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഒരു നിമിഷം നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനോ നേടിയെടുക്കാനോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് പലരും ഫേസ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നിരിക്കട്ടെ, നമ്മളത് കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, സപ്പോസ് നമുക്ക് ഹെൽത്ത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വൈ ന്യൂട്രാസ്യൂട്ടിക്കൽസ് അല്ലെ. അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ ആരാണ് എന്നുള്ളതൊന്ന് വ്യക്തമാക്കാം. എന്റെ പേര് രേഖ. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഈ ഹെൽത്ത് മേഖലയിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ ഡിവിഷനിൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം എന്റെ ലൈഫ് എക്സ്പീരിയൻസും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കേട്ടിരിക്കുക, ഫ്രീ മൈൻഡ് ആയിട്ട് ഇരിക്കുക. ചിലപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് മറ്റെവിടെയും നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള ചിലപ്പോൾ ഡയറ്റ് ആയിക്കോട്ടെ, ട്രീറ്റ്മെന്റ്സ് ആയിക്കോട്ടെ, ഇതിൽ നിന്നും ഒന്നും കിട്ടാത്ത ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയെന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് നിങ്ങൾ ഇരുന്നത് കേൾക്കുക. ഓക്കെ. ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനു മുന്നേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതിന്റെ ഒരു കാരണം നമുക്ക് എന്ത് കാര്യമാണേലും കണ്ട് നമുക്ക് ചെയ്യണം അല്ലേ. കണ്ട് മനസ്സിലാക്കി പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താ ചെയ്യാം, നമ്മുടെ മൈൻഡിൽ പതിയും. നമ്മൾ ഓക്കെ, ഞാനൊന്ന് മ്യൂട്ട് ചെയ്തോട്ടെ. ഓക്കെ. അപ്പൊ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. നിങ്ങൾ ഈ വാർത്ത കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പലരും കണ്ടു കാണണം. കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്താണ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ? എന്താണ് കേരളത്തിനെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഹബ്ബായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം? പലരുടെയും ചോദ്യമാണ് അല്ലേ? ഞാൻ പറയാൻ പോകുന്നത് ഹെൽത്തിൽ ഒരു ഭയങ്കര റെവല്യൂഷൻ വരാൻ പോവാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇത് സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മുൻപന്തിയിലാണെങ്കിൽ ആരോഗ്യത്തിൽ വളരെ ബാക്കിലാണ് അല്ലേ? അപ്പം ഇത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലോട്ട് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ ഹബ്ബായിട്ട് കേരളത്തിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോശമായിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയെ അല്ലെ ഓരോ വ്യക്തിയുടെ ആരോഗ്യത്തെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാറ്റമായിരിക്കും, ഒരു റെവല്യൂഷൻ ആണ് ഇനി അങ്ങോട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ത് ന്യൂട്രാസ്യൂട്ടിക്കൽ സാധാരണ ജനങ്ങൾ പോലും തിരിച്ചറിയേണ്ട ഒന്നാണ് ഇതിനിപ്പോ. കേരളത്തിനെ ഇന്ത്യയുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഹബ്ബായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അത്രത്തോളം അനുകൂലമാണ്. അതായത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കേരളം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിനുള്ള ഏറ്റവും വലിയൊരു സൊല്യൂഷൻ. ഓക്കെ. അപ്പോ നിങ്ങൾ ഇന്നത്തെ വെബിനാർ കേട്ടിരിക്കേണ്ടത് എങ്ങനെയാണെന്നറിയുവോ? നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി, നിങ്ങളുടെ ബോഡിയെ മനസ്സിലാക്കാൻ, നിങ്ങളുടെ ബോഡിക്ക് എന്ത് ഹെൽത്ത് ആണ് വേണ്ടത്, നിങ്ങളുടെ ബോഡിക്ക് വന്നിട്ടുള്ള ഇതുവരെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം. കാരണം 5 വർഷത്തിന് മുന്നേ ഞാനത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ധൈര്യമായിട്ട് പറഞ്ഞു തരാൻ കഴിയുന്നത്. ഓക്കെ. ഇന്നത്തെ സെഷൻ കൊണ്ട് നമ്മളുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരും, നിങ്ങൾക്ക് ഇത് എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ളതാണ്. അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഈ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ഡയറ്റ് എടുത്തിട്ടും അതല്ല നമ്മൾ ട്രീറ്റ്മെന്റ്സ് നോക്കിയിട്ടും ഈ പറയുന്ന സിംറ്റംസ് ഒന്നും കംപ്ലീറ്റ്ലി മാറുന്നില്ല എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ തന്നെ നമ്മുടെ ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, ദിനചര്യകളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്ന സമയത്തായാലും ഡാമേജിങ് ഓഫ് ബോഡി അത് കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും എന്റെ ബോഡിയിൽ എന്ത് നടക്കുന്നുണ്ട്, ഡാമേജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ആക്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പം അതായത് നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ പൊല്യൂഷൻ ഉണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ ജീവിത രീതി കറക്റ്റ് അല്ല, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് നമുക്കിപ്പോ. പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ നമ്മുടെ ജീവിതം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്ന് വിചാരിച്ചാലും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ
ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് രൂപീകരിക്കുന്ന ഘടകങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ മൊത്തം. മനസ്സിലായില്ലേ? അപ്പം ഇത് എന്താണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു പിക്ചർ ഇട്ടിട്ടുള്ളത്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന പാർട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കോശങ്ങളെ നശിപ്പിക്കുകയും ആ കോശങ്ങൾ വഴി പ്രവർത്തിക്കുന്ന അവയവങ്ങൾക്ക് കേടുപാടുകൾ വരികയും ആ അവയവങ്ങൾക്ക് കേടുപാടുകൾ വരുമ്പോൾ അവയവം പ്രവർത്തിക്കുന്ന കംപ്ലീറ്റ് സിസ്റ്റത്തിന് കേടുപാടുകൾ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും പല രോഗാവസ്ഥകളും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതും ആ ഉണ്ടാവുന്നതിനെ പ്രോപ്പർ ആയിട്ട് ഭേദമാക്കാതിരിക്കാൻ പറ്റുന്നത്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ നിമിഷവും എന്റെ ബോഡിയിൽ ഡീകേ നടക്കുന്നുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകൾ ഉണ്ടാവുന്നത് കൊണ്ട് ഫ്രീ റാഡിക്കൽസ് ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. സെൽ ഡാമേജ് നടക്കുന്നുണ്ട്. അത് തൈറോയ്ഡ് ഗ്ലാൻഡ് ആയിക്കോട്ടെ, ലിവർ ആയിക്കോട്ടെ, പാൻക്രിയാസ് ആയിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, ബ്രെയിൻ ആയിക്കോട്ടെ, നെർവസ് ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനും പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്തുകൊണ്ട് നമ്മുടെ സെല്ലുകൾ ഡാമേജ് ആവുന്നു. എന്താണ് ഈ ഫ്രീ റാഡിക്കൽസ്? ഇത് തന്നെ ഒരു സെൽ എന്ന് പറയുന്നത് ഒന്ന് ആക്റ്റീവ് ആയിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ അതിനകത്തുള്ള ആറ്റങ്ങൾ ഓക്കെ ആയിരിക്കണം. ആ ആറ്റങ്ങൾക്ക് കേടുപാടുകൾ വരാൻ ഒരു കാരണമാണ് ഫ്രീ റാഡിക്കൽ. ഇതിനെ തടയണം എന്നുണ്ടെങ്കിൽ, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണം, ഈ ഫ്രീ റാഡിക്കൽ ആക്റ്റീവ് ആകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളല്ലാതെ വേറെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ആന്റി ഓക്സിഡന്റ് ആണ്, ഫുഡാണ്. അത് എന്തൊക്കെ ആന്റി ഓക്സിഡന്റ് നമുക്ക് പോലും അറിയില്ല അല്ലെ? കാരണം നമ്മളിപ്പോ കഴിക്കുന്ന ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, ഇതിനകത്ത് എല്ലാം ടോക്സിൻ ഉണ്ട്. നമുക്ക് അതൊന്നും കംപ്ലീറ്റ് ഓർഗാനിക് ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കാൻ പറ്റിയല്ല. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന സൊല്യൂഷൻ കൃത്യമായ ആന്റി ഓക്സിഡന്റുകൾ നമ്മൾ ബോഡിക്ക് നൽകുക എന്നുള്ളതാണ്. ഇങ്ങനെ നൽകാതിരുന്നാൽ സംഭവിക്കുന്നത് എന്ത്? നമ്മൾ ഇപ്പോൾ എന്തുകൊണ്ട് കേരളം ഇത്രയധികം രോഗികളായിട്ട് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൃത്യേനയുള്ള ആന്റി ഓക്സിഡന്റുകൾ നമ്മൾ ശരീരത്തിൽ കൊടുക്കാതിരിക്കുകയും ആവശ്യമില്ലാത്ത സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ നിത്യേന ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടുമാണ് രോഗാവസ്ഥയെ തിരിച്ച് റിവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാതിരിക്കുന്നത്. ഇവിടെ ഫ്രീ റാഡിക്കൽസ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് സംഭവിക്കുന്നത് മൂലം ഓരോ ഓർഗൻസിനും ഉണ്ടാവുന്ന കേടുപാടുകളാണ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. ബ്രെയിൻ ഡാമേജ് ഉണ്ടാവുന്നുണ്ട്. അൽഷിമേഴ്സും പാർക്കിൻസൺസും പോലുള്ള അസുഖങ്ങളായിക്കോട്ടെ, ഹാർട്ട് പ്രോബ്ലം, സ്ട്രോക്ക്, ഇന്ന് ആര് മരണപ്പെട്ടാലും ലാസ്റ്റ് എന്താ അറ്റാക്ക് ആണെന്ന് പറയും. എന്തുകൊണ്ട്? അവർക്ക് 10-15 വർഷങ്ങൾക്ക് മുന്നേ ബോഡിയിൽ കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഡയബറ്റിക് ആയിക്കോട്ടെ, തൈറോയ്ഡ് ആയിക്കോട്ടെ, ഇത് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആണ് ഈ അറ്റാക്ക് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വന്ന സമയം മുതൽ ഒന്ന് കെയർ ചെയ്താൽ, ബോഡിക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞു നൽകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ട് എത്ര കാലമാണോ നമ്മൾ ജീവിക്കുന്നത് അത്രയും കാലം പ്രൊഡക്റ്റീവ് ആയിട്ട് ജീവിക്കാൻ പറ്റും. മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ, മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ആരോഗ്യത്തോടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോ കിഡ്നി ആയിക്കോട്ടെ, ക്രോണിക് കിഡ്നി ഡിസീസ് വരിക, സ്കിന്നിനകത്ത് വരുന്ന സോറിയാസിസ് അല്ലെങ്കിൽ എസ്കിമ പോലെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ, മൾട്ടി ഓർഗൻ ഡിഫക്റ്റുകൾ, അതായത് ഇപ്പൊ പാൻക്രിയാസിനായിക്കോട്ടെ, ലിവറിനായിക്കോട്ടെ, അപ്പൊ അതിന് ഡാമേജ് ആകുമ്പോൾ ഡയബറ്റിക് ആവുന്നുണ്ട്, ഫാറ്റി ലിവർ വരുന്നുണ്ട്, ജോയിന്റ്സിന് പെയിൻ വരുന്നുണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുക, ബ്ലഡ് വെസൽസിൽ ഡാമേജ് ഉണ്ടാവുക, ലങ്സിന് കംപ്ലൈന്റ് വരിക, അപ്പൊ ക്രോണിക് ആയിട്ടുള്ള ബ്രോങ്കൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ വരുന്നു, കാഴ്ചയ്ക്ക് നഷ്ടപ്പെടുക. അപ്പൊ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ വരുന്നത് അതിന്റെ ബേസ് എന്താന്ന് ചോദിച്ചാൽ, അതിന്റെ റൂട്ട് ലെവൽ എന്താന്ന് ചോദിച്ചാൽ ഇതാ കാരണം. അപ്പൊ നമുക്ക് എന്താ പ്രതിവിധി? ഞാൻ പറഞ്ഞു ആന്റി ഓക്സിഡന്റ് കൊടുക്കണം. എന്തൊക്കെ ആന്റി ഓക്സിഡന്റ് ആണ് ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം കൃത്യമായി വേണ്ടത്? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ABCD അക്ഷരമാല പോലെ ഓഫ് കോഴ്സ് നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഒരു ദിവസം സോല്യൂബിൾ ആയിട്ടുള്ള നമ്മുടെ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. പക്ഷെ നിങ്ങളൊന്ന് നോക്കിയേ, നിങ്ങൾ ഇതെല്ലാം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഞാനിപ്പോ ഇത്രയും ഹെൽത്തി ആയിട്ട് സംസാരിക്കണമെങ്കിൽ എനിക്ക് അതിന് വേണ്ടി എനർജി ബോഡിയിൽ നിന്നാണ് ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പം അതിനെല്ലാത്തിനും ഇന്റേണൽ ഓർഗൻസിന്റെ വളർച്ചയ്ക്ക്, മുടി വളർച്ചയ്ക്ക്, ബുദ്ധി വികാസത്തിന്, ഇപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എടുത്താൽ പോലും വൈറ്റമിൻ ഡി ആയിക്കോട്ടെ, ഇ ആയിക്കോട്ടെ, വളരെയധികം ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ആണ്. ഇത് നിങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും അളന്ന് കുറിച്ച് കുടിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന എത്ര പേരുണ്ട് ബോഡിക്ക്? തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. കാരണം നമുക്ക് അങ്ങനെയുള്ള സാഹചര്യം ഇല്ല. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അപ്പോ വൈറ്റമിൻ സി, B1, B2 ഇങ്ങനെ പല വൈറ്റമിൻസും നമ്മുടെ ബോഡിക്ക് അമിനോ ആസിഡ്സും ഫോളിക്
ആസിഡ്സും ഒക്കെ വളരെ ആവശ്യമാണ്. പക്ഷെ ഇതൊന്നും പ്രോപ്പറായിട്ട് ബോഡിക്ക് കിട്ടാതിരിക്കുന്ന ഈ അവസ്ഥയില് അതേപോലെ തന്നെ പ്രോബയോട്ടിക് കുടലിന് നിങ്ങൾ മനസ്സിലാക്കുക, ബോഡിയുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് കുടല് തന്നെയാണ്. ഈ കുടലിന് ഏറ്റവും ആവശ്യം എന്ന് പറയുന്ന പ്രോബയോട്ടിക്സ് വളരെ ആവശ്യമാണ്. അതിന് ആവശ്യമുള്ള അണുക്കൾ. ഇതാണ് നമ്മുടെ ഡൈജഷൻ പ്രോസസ് കറക്റ്റ് ആക്കുകയും ആവശ്യമുള്ള ന്യൂട്രീഷൻസിനെ വേർതിരിച്ച് ബോഡിക്ക് കൊടുക്കാൻ സഹായിക്കുന്നതൊക്കെ ഇവരാ. ഇവരൊന്നും കറക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല പല തരത്തിലുള്ള കുടൽ അസുഖങ്ങൾ ഉണ്ടാവുന്നതുണ്ട് അല്ലേ? അപ്പൊ ഇതിന് എന്ത് പരിഹാരം? എന്തുകൊണ്ട് കേരളത്തിനെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഹബ് ആക്കുകയും സെന്റർ വരുന്നതിന്റെ പ്രാധാന്യം എന്തെന്ന് ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ് ഇതിന് സൊല്യൂഷൻ. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ലഭ്യമാണ്? ക്യാപ്സ്യൂൾ രൂപത്തിലുണ്ട്, പൊടി രൂപത്തിലുണ്ട്, സിറപ്പ് രൂപത്തിൽ ലിക്വിഡ് ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്, പ്രോബയോട്ടിക്സ് ആയിട്ട് അവൈലബിൾ ആണ്, വൈറ്റമിൻസ് ആയിട്ട് അവൈലബിൾ ആണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള അളവിലുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ന്യൂട്രീഷൻസും കൃത്യമായ അളവിൽ നമുക്ക് ബോഡിക്ക് കൊടുക്കാൻ സാധിച്ചാൽ നിലവിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെയും റിവേഴ്സ് ചെയ്ത് ക്യൂർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞൊരു പുതിയ സംഭവമല്ല. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ നമുക്ക് ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഹിപ്പോക്രേറ്റ്സ് ആണ്. അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു തോട്ട് ഉണ്ടായിരുന്നു, ഫുഡ് ആസ് മെഡിസിൻ, ഭക്ഷണം ഔഷധമാവണം എന്ന്. എന്തിനു വേണ്ടിയും ചോദിച്ചാൽ ആസ് എ പ്രിവെൻഷൻ. കൃത്യമായ വേണ്ട ബോഡിക്കുള്ളത് ഭക്ഷണമാണ്. അത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ അസുഖം വരാതെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത് ശ്രദ്ധിച്ചില്ല. നമുക്ക് അസുഖം വന്നു പോയി. നമ്മുടെ പൂർവികർക്കും അസുഖം വന്നു പോയി. ഇനി പാരമ്പര്യമായിട്ട് എന്റെ ഫാമിലിയിൽ വന്നിട്ടുള്ളത് കൊണ്ട് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് എന്തായാലും അസുഖത്തിന്റെ ഒരു പാരമ്പര്യം വരും. അവിടെ തടയിടാൻ അവിടെ മെഡിസിൻ കൊണ്ട് പറ്റില്ല. മനസ്സിലായല്ലേ? അവിടെ മെഡിസിൻ ഇൽനെസ്സിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വരാതിരിക്കാനോ നെക്സ്റ്റ് ജനറേഷനെ പ്രൊട്ടക്ട് ചെയ്യാനോ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ക്രോണിക്കിൽ നിന്നും തിരിച്ച് റിവേർട്ട് ചെയ്ത് കൊണ്ടുവരാനോ പറ്റുന്നത് ഒന്ന് മാത്രമാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ. ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ടോക്സിക് ആയിട്ടുള്ള ഫുഡ് കോമ്പോണന്റ് ആണ്. അതായത് എന്താ, ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കാത്ത ഭക്ഷണ പദാർത്ഥമാണ്. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറയാം, വെളുത്തുള്ളി ഒരു ഫുഡ് കോമ്പൗണ്ടാ. പക്ഷെ അതിനകത്ത് എന്തുണ്ട്? നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള ഫൈറ്റോ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനുള്ള എന്ത് കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാമോ? അസുഖത്തെ ഭേദമാക്കാനും. അപ്പം ബോഡിക്ക് ഹെൽത്ത് ബെനിഫിറ്റ് തരുന്നത് കൂടാതെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഭേദമാക്കാനും ഈ ഫുഡ് കൊണ്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫുഡ് ആസ് മെഡിസിൻ എന്ന് പറയുന്ന ഈ ആശയം, ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റ് നമ്മളല്ല ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ലോകമെമ്പാടും 6.1 ബില്യൺ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് പല രീതിയിൽ. ഹീലിംഗ് പർപ്പസിനായിട്ടും അതേപോലെ തന്നെ ഓരോ ലൊക്കാലിറ്റിയിൽ അതിന്റെ അവൈലബിലിറ്റി അനുസരിച്ച്. കേരളത്തിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വളരെയധികം ഭയങ്കര ഹാപ്പിയാണ്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എനിക്കിതിനെ ഡീൽ ചെയ്യാൻ പറ്റി. എനിക്ക് ഇതിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളത്. കാരണം അത്ര വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മൈൻഡിൽ പതിയാനായിട്ട് ഈ ഒരു പിക്ചർ മാത്രം മതി. ഇതിനകത്ത് ന്യൂട്രീഷൻ ഉണ്ട്. നമ്മുടെ ബോഡിക്ക് റിക്വയർഡ് ആയിട്ടുള്ള, ഇപ്പം ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ആ ഡയബറ്റിക് പേഷ്യന്റിന് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രീഷൻ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. നമ്മൾ എല്ലാം കഴിക്കുന്ന പോലെയല്ല. ആ പാൻക്രിയാസിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ന്യൂട്രീഷൻ വേണ്ടി വരും. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്പെസിഫിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പ്ലസ് അതിന്റെ കൂട്ടത്തിൽ അസുഖം ഭേദമാക്കാൻ പറ്റുന്ന നാച്ചുറൽ ഹെർബ് ഫാർമസ്യൂട്ടിക്കൽസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് അസുഖം വരാതിരിക്കാനും വന്ന രോഗത്തെ മാറ്റാനും സഹായിക്കുന്നതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, ഇനി ന്യൂട്രാസ്യൂട്ടിക്കൽ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് എന്തൊക്കെ മേന്മയാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടപ്പെട്ടവർക്ക് കിട്ടുക? നമ്മുടെ ആരോഗ്യം നന്നായി മെച്ചപ്പെടുത്താൻ പറ്റും. മെഡിസിൻ കഴിച്ചാൽ ആരോഗ്യം മെച്ചപ്പെടുത്തുകയല്ല, നിലവിലെ അസുഖത്തെ സപ്രസ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ദൈർഘ്യം കുറയ്ക്കുകയോ ചെയ്യാൻ ആ ഒരു കപ്പാസിറ്റിയാണ് മെഡിസിൻ ഉള്ളത്. പക്ഷെ നമ്മുടെ ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ്? ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ് നമുക്ക് ആവശ്യം. അതേപോലെ തന്നെ നമ്മുടെ ഏജിങ് പ്രോസസ് എപ്പോഴും യൗവനമായിട്ട് നിലനിർത്താൻ, ഹെൽത്തി ആയിട്ട് നിൽക്കാൻ, കാരണം എന്തുകൊണ്ട്? ഇന്റേണൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം പ്രോപ്പർ ആണെങ്കിൽ ഔട്ടർ നമ്മൾ ഹെൽത്തി ആയിരിക്കും. പലപ്പോഴും നമ്മുടെ ആന്തരിക അവയവങ്ങൾ കേടുപാടുകൾ വരുന്നത് കൊണ്ടാണ് പുറമേ നമ്മൾ പ്രായത്തെക്കാട്ടിലും കവിഞ്ഞ് പ്രായം തോന്നിക്കുക, ഏജ് ആവുക, മുടി കൊഴിഞ്ഞു പോവുക, മെമ്മറി ലോസ് ഉണ്ടാവുക, അല്ലെ? പിന്നെ ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടാൻ സഹായിക്കും ന്യൂട്രാസ്യൂട്ടിക്കൽസ്. അതേപോലെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടെങ്കിൽ, ഈവൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ക്യാൻസർ ഒരു ക്രോണിക് ഡിസീസ് ആണ്.
അതേപോലെ തന്നെ നമ്മുടെ ഡയബറ്റിക് ഒരു കോംപ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്രോണിക് ഡിസീസ് ആയിട്ട് മാറുന്നുണ്ട്. ലിവർ സിറോസിസ് ഒരു ക്രോണിക് ഡിസീസ് ആണ്. കിഡ്നി വരുന്ന പ്രോബ്ലംസ് ക്രോണിക് ഡിസീസ് ആണ്. അങ്ങനെ പല പല രോഗങ്ങളിലേക്കും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ആ ക്രോണിക് അവസ്ഥയിൽ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുവരും. മനസ്സിലായല്ലേ? അതുകൂടാതെ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക, ന്യൂട്രാസ്യൂട്ടിക്കലും ഫാർമസ്യൂട്ടിക്കലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന റൂട്ട് കോസിനാണ് അവിടെ ക്യൂറബിൾ ആക്കിക്കൊണ്ടുവരുന്നത്. റൂട്ട് കോസ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? കുറച്ച് സമയം എടുക്കും. ഫാർമസ്യൂട്ടിക്കൽ അങ്ങനല്ല. ദേ കഴിച്ചു, ദാ പോയി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് രാത്രി കഴിക്കുന്നുണ്ട്, നാളെ രാവിലെയാകുമ്പോൾ നമ്മൾ ജടപടേന്ന് ചാടി എഴുന്നേൽക്കും, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. നമുക്ക് അതാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ അറിയുന്നില്ല അകത്ത് ആള് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഡാമേജിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ മരുന്നെടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഈവൻ ഡയബറ്റിക്കിനായിക്കോട്ടെ, കൊളസ്ട്രോളിനായിക്കോട്ടെ, തൈറോയിഡിനായിക്കോട്ടെ, PCODക്ക് ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനു വേണമെങ്കിലും മെഡിസിൻ എടുത്തോ. അതേപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ന്യൂട്രീഷൻ. അതായത് ആ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്ത് അസുഖമാണോ ഉള്ളത്, ആ അസുഖത്തിന്റെ സ്പെസിഫിക് ന്യൂട്രീഷനും കൂടെ ഒരു സൈഡിൽ കൂടെ കൊടുക്കണം. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ വരുന്നതെന്ന് വെച്ചാല് അകത്ത് നടക്കുന്ന ഡാമേജിങ് പ്രോസസ്സിന്റെ അളവ് കുറയും. അത് റീജനറേഷൻ നടക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ രോഗാവസ്ഥയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരും. അപ്പൊ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സൈഡിൽ കൂടെ മരുന്ന് കുറയ്ക്കാം. മനസ്സിലായോ? ആ സമയം ന്യൂട്രീഷൻ നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇതാണ് റൂട്ട് കോസിന് ഭേദം നൽകുന്നത് കൊണ്ടാണ് അസുഖം മാറ്റാൻ കഴിയുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ എന്താ, ഇൻസ്റ്റന്റ് ആക്ഷൻ ആണ്. ഇൽനെസ്സിന് വേണ്ടിയിട്ടാണ് അവിടെ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത്. ഇനി റൂട്ട് കോസിന് കൊടുക്കുന്ന ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ കൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും, ചിലർ പറയാറുണ്ട് ഇപ്പൊ ഇത് കഴിച്ചു 5 വർഷം കഴിഞ്ഞായിരിക്കും ഇതിനകത്ത് സൈഡ് എഫക്ട് വരുന്നത്. വെറുതെയാ. കാരണം നമ്മൾ ബോഡിക്ക് കൊടുക്കുന്ന എന്താണ്, ഫുഡാണ്. നമ്മളിപ്പോ കഴിക്കുന്ന വെളുത്തുള്ളി അങ്ങനെയാണെങ്കിൽ നമുക്ക് മരണപ്പെടേണ്ടതല്ലേ. അപ്പം അങ്ങനെയുള്ള ന്യൂട്രീഷൻ ഫാക്ടറാണ് നമ്മൾ ബോഡിക്ക് കൊടുക്കുന്നത്. എത്ര കാലം നമ്മുടെ ഡിസീസ് ഉള്ളിടത്തോളം എത്ര കാലം കഴിച്ചാലും ആ ഡിസീസ് ഭേദമാവുന്നവരെ കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് നിൽക്കും. അതേപോലെ തന്നെ രോഗം വരാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് പോകാനും പറ്റും. മനസ്സിലായല്ലേ? ഇനി ഇൽനെസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഓരോ മെഡിസിനകത്തും കൃത്യമായ അവർ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് അമിതമായാൽ നമ്മുടെ ലിവർ, പാരസെറ്റമോൾ അമിതമായ ലിവർ അടിച്ചു പോകും. ആന്റിബയോട്ടിക്സ് അമിതമായി കഴിഞ്ഞാൽ കിഡ്നി കംപ്ലൈന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഡയബറ്റിക്കിന് നമ്മളിപ്പോൾ എടുക്കുന്ന ടാബ്ലറ്റ്സ് മെറ്റ്ഫോമിൻ പോലെയുള്ളവ കിഡ്നി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് കൃത്യമായി അറിഞ്ഞിട്ടും നമ്മൾ അത് കഴിക്കുന്നുണ്ട്. ബിക്കോസ് നമുക്ക് അത് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇവിടെ സൈഡ് എഫക്റ്റ് ഇല്ല. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പ്രിവെൻഷൻ ആണ്. വരാതിരിക്കാനും നമ്മൾ എപ്പോഴും വെൽനെസ്, ഹെൽത്തി ആയിട്ട് ഇരിക്കാനുമാണ് അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ. അതേസമയം രോഗം വന്നതിന് ശേഷമാണ് ഫാർമസ്യൂട്ടിക്കൽ ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു സംശയം എല്ലാവരിലും വരുന്ന, ന്യൂട്രാസ്യൂട്ടിക്കൽ ഒരു അസുഖത്തിന് ഭേദം കൂടെ കിട്ടുന്നത് കൊണ്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണ്ടേ? നെവർ, ഒരിക്കലും ഇല്ല. അതൊരു ഫുഡാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. അത് കൂടാതെ സ്പെസിഫിക് ആയിട്ട് അഡ്വൈസേഴ്സ് സപ്പോർട്ടും കൂടെ നേടിക്കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ബെനിഫിറ്റ് ആയിട്ട് ന്യൂട്രാസ്യൂട്ടിക്കൽ കോമ്പിനേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണം. എവിടെ? ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻ ആണെങ്കിൽ. ഓക്കെ. ഇനി FDA അപ്രൂവൽ വേണ്ട നമുക്കിവിടെ, പക്ഷേ ഫാർമസ്യൂട്ടിക്കൽസിൽ അത് ആവശ്യമാണ്. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്ന ഏറ്റവും വലിയ സൊല്യൂഷൻ, പുറത്തെങ്ങും കിട്ടാത്തത്, നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി പല കാര്യങ്ങളും ചെയ്ത് കുറച്ച് നാള് റിസൾട്ട് കിട്ടി, പിന്നെ വീണ്ടും പഴയതുപോലെയായി അല്ലെ. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന ഒരു മറുപടി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള, അതും എത്തനോ മെഡിസിൻ വിഭാഗത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ്. അത് ഡെവലപ്പ് ചെയ്തത് ഡോക്ടർ ഇ സജീവ് കുമാർ ആണ്. ഇദ്ദേഹം എത്തനോ മെഡിസിൻ സയന്റിസ്റ്റ് ആണ്. കോട്ടയം ഉഴവൂർ KR നാരായണൻ റിസർച്ച് സെന്ററിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിരുന്നു. ആയിഷ് എന്ന് പറയുന്ന റിസർച്ച് സെന്റർ ഇദ്ദേഹത്തിൻ്റെതാണ്. ഇദ്ദേഹം പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട്, എഡിബിൾ വീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് യൂസ്ഫുൾ ആണ്. അതായത് നമ്മുടെ ചുറ്റും കാണുന്ന കളകൾ ഭക്ഷ്യയോഗ്യമാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ കുറിച്ച് പത്രവാർത്തകളൊക്കെ വന്നിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മുടെ കയ്യിലും നമ്മുടെ ചുറ്റുമുണ്ട് സൊല്യൂഷൻ. നമ്മൾ അത് കണ്ടെത്താതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്തായി പോകുന്നത്, ഏറ്റവും കൂടുതൽ തോൽവിയിൽ, രോഗി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നത്. ഡോക്ടർ ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വന്ന വാർത്തയാണ് അദ്ദേഹത്തെ കുറിച്ച്. അപ്പോ നമ്മള് എന്തുപയോഗിക്കണം? ഡോക്ടറെ കാണിച്ചു തന്ന ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഓക്സി എന്ന് പറയുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽസ്, നമ്മുടെ ഓക്സി എന്ന ബ്രാൻഡിലാണ് ഇത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസ് നിങ്ങൾ കണ്ടെത്തുക, ഉപയോഗിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എന്തിനു വേണ്ടി എന്നുള്ളത് ഇനി മനസ്സിലാക്കാം. നമ്മുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസിന് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് ISO
GMP, ദെൻ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കേഷൻ നമ്മുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസിനുണ്ട്. ഇനി ഞാൻ എല്ലാം എനിക്കിവിടെ പരിചയപ്പെടുത്താനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഏറ്റവും ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു സിവിയർ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു 15 വയസ്സ് തൊട്ട് അങ്ങോട്ട് പെൺകുട്ടികളെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് PCOD, അല്ലെങ്കിൽ പീരിയഡ്സ് ആവുന്നതിനുള്ള ഇറഗുലാരിറ്റി. ഇത് കുറച്ച് വലുതായി കുഞ്ഞുങ്ങൾ വിവാഹമൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കിന് അവർക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസിലേട്ടും മാറുന്നുണ്ട്. അപ്പം അവിടെ ഏറ്റവും വാല്യുബിൾ ഇന്ന് എവിടെയും കിട്ടാത്തൊരു സൊല്യൂഷൻ വുമന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ആയുർ ഇട്യൂണിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ആയുർ ഇട്യൂണിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ശതാവരി, മുക്കുരം, നമ്മുടെ കരിഞ്ജീരകം ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇഞ്ചി, മല്ലി, വെളുത്തുള്ളി. ഇത് എന്തെങ്കിലും നമ്മുടെ ബോഡിക്ക് ടോക്സിൻ ആണ്? ഒരിക്കലും അല്ല. ഇതിന്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്റേണലി കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യും. അതായത് ഹോർമോൺ ലെവലിനെ മെച്ചപ്പെടുത്തുകയും കുടലിന്റെ പ്രവർത്തനം കറക്റ്റ് ആക്കുകയും ഈസ്ട്രജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ ഈസ്ട്രജൻ ഹോർമോൺ ബേസ്ഡ് ആണ്. അമിതമായി വണ്ണം വെക്കുക, മുഖത്തെ ഹെയർ ഗ്രോത്ത് വരിക, മുടി കൊഴിച്ചിൽ വരിക, അതേപോലെ പീരിയഡ്സ് കറക്റ്റ് അല്ല, പീരിയഡ്സ് ആകുമ്പോൾ ഓവർ ബ്ലീഡിങ് അനുഭവിക്കുക, അതേപോലെ തന്നെ ചിലപ്പോൾ മാസങ്ങളോളം എടുക്കും ഒരു പീരിയഡ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് മാരകമാണ് ഒരു വുമൺ ഫേസ് ചെയ്യുന്നത്. അതേപോലെ മെനോപോസ് ഇഷ്യൂസ്, യൂറിനറി ട്രാക്ട് പ്രോബ്ലം, അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് അമിതമായിട്ടുള്ളവര്, ഇൻഫെർട്ടിലിറ്റി ഉള്ള പെൺകുട്ടികള്, കുട്ടികളില്ലാതെ ഇഷ്യൂസ് ഉള്ളവർക്ക്, അവർക്കൊക്കെ ഇതെന്താണ് വളരെയധികം യൂസ്ഫുൾ ആണ്. പണ്ടുള്ള മുതിർന്നവർ വീട്ടിലുണ്ടവരെങ്കിൽ അവർക്കറിയാം ശതാവരിയുടെ ഗുണം എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്ര വാല്യുബിൾ ആയിട്ടുള്ള ഓർഗാനിക് ഫുഡ് ന്യൂട്രീഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് വുമൻസിന് വേണ്ടിയിട്ട്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഇഷ്യൂസിന് ഒരു കുഞ്ഞെന്ന സ്വപ്നത്തിനും വളരെയധികം റിസൾട്ട് എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ മെൻസിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് മാസ്റ്റർ ടി, ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ എന്ന് പറയുന്നതിന്റെ ഒരു ഫ്ലക്ച്വേഷൻ കൊണ്ട് പല ജെൻസിനും വരുന്ന ഒരു പ്രോബ്ലം ഒരു 10-15 വയസ്സ് തൊട്ടേ അവരിൽ കാണും. മസിൽ ഗ്രോത്ത് ഇല്ല, മസിൽ ഡെവലപ്മെന്റ് ഇല്ല, താടി മീശ ഒന്നും വരാത്ത കുട്ടികളുണ്ട്, അവർക്ക് നല്ലതാണ്. അതേപോലെ ഒന്ന് ഏജ് പ്രോസസ്സിങ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ്, എന്താണ് കൗണ്ടിനകത്ത് പ്രോബ്ലം വരിക, കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ട്, സ്പേം കൗണ്ട് ഇല്ല, തീരെ ഇല്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ. അതേപോലെ തന്നെ ഒരു 40 ഇയേഴ്സ് എബോവ് ആകുമ്പോഴത്തേക്കിന് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ തീരെ കുറഞ്ഞിട്ട് സെക്ഷൽ പ്രോബ്ലം ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ആരോഗ്യ പാർട്ടിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത്. പക്ഷെ പുറത്ത് ആരും അധികം പറയാറില്ല. ഏറ്റവും കൂടുതൽ പൈസയും നമ്മൾ ഇതിനായിരിക്കും ചെലവാക്കുക. അപ്പൊ അവിടെ നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽസിലൂടെ മാത്രമേ നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റൂ. പിന്നെ മറ്റ് ജനറൽ ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ്സ് ആണ് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് ഒരു 10 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ മുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽസ് നമുക്ക് അവൈലബിൾ ആണ്. ആയുർ ന്യൂട്രീൻ മീറ്റ് ഒരു മിറാക്കിൾ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 3 വയസ്സ് തൊട്ടുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഗർഭിണികൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ തന്നെ കംപ്ലീറ്റ് ഹെൽത്ത്, ബോഡി കംപ്ലീറ്റ് ഹെൽത്തിന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ക്യാൻസർ സെൽസ് ആക്റ്റീവ് ആവാതിരിക്കാൻ വേണ്ടി, നെർവസിന്റെ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ന്യൂട്രീൻ മീറ്റ ഒരു എല്ലാ ദിവസവും നമുക്ക് വീട്ടിലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ ഫുഡായിട്ട് നമുക്ക് ആയുർ ന്യൂട്രീൻ മീറ്റ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ആയുർ ഇംജൻ, ലങ്സ് ഡിസീസ് ഉള്ളവർക്ക്, ലങ്സിന്റെ കപ്പാസിറ്റി കറക്റ്റ് ചെയ്യാനായിട്ട്, ന്യൂമോണിയ വന്നിട്ടുള്ളവർക്ക്, കൊറോണ വന്നിട്ടുള്ളവർക്കൊക്കെ ഈ പറയുന്ന ഇംജൻ വളരെയധികം യൂസ്ഫുൾ ആണ്. ദെൻ ഫാറ്റി ലിവർ, ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉണ്ട് ഈ ഫാറ്റി ലിവർ ഇഷ്യൂസ്. അത് അബ്ഡോമൻ സ്കാനിങ് ചെയ്യുമ്പോൾ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബോഡി വെയിറ്റും കുറയില്ല, വയറിങ്ങനെ ചാടിയിട്ട് നീരൊക്കെ വന്നിട്ട്. അപ്പൊ അവിടെയൊക്കെ ഏറ്റവും വലിയ സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ ലിവർ പിൽസ് ഉണ്ട്. ബോഡി വെയിറ്റ് കുറയ്ക്കാൻ LD മിക്സ് സപ്പോർട്ടീവ് ആണ്. ബ്ലഡ് എന്ന് പറയുന്നത് HB ലെവൽ കുറഞ്ഞു നിൽക്കുന്നവർക്ക്, അതേപോലെ തന്നെ അമിതമായിട്ട് ക്ഷീണമുള്ളവർക്ക്, ലോ BP ആയിട്ടുള്ളവർക്കും ഒക്കെ ആയുർ ഹീമോ പ്ലസ് കളർ വെക്കാം. റെഗുലർലി യൂസ് ചെയ്യുന്നവർക്ക് കളർ പോലും ചേഞ്ച് ആവുന്നുണ്ട്. അതേപോലെ ആയുർ സൗണ്ടഡ് ഫ്ലോ ഒരു മാസ്റ്റർ പ്രൊഡക്റ്റ് ആണ്. 30 വയസ്സ് കഴിഞ്ഞ ആരായാലും ഇത് ഉപയോഗിക്കണം. കാരണം നമ്മുടെ ഫുഡ് ഇപ്പം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഉറപ്പായും നമുക്ക് ബ്ലഡ് വെസൽസിൽ കൊഴുപ്പടിയുന്നത് തടയാൻ പറ്റില്ല. സോ അതിന് അറ്റാക്ക് വരാതിരിക്കാൻ, ബ്ലോക്കേജ് ഉണ്ടാവാതിരിക്കാൻ ആയുർ സൗണ്ടഡ് ഫ്ലോ വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ ഡയബറ്റിക്, ഇതാ ഞാൻ പറഞ്ഞ സ്പെസിഫിക് ന്യൂട്രീഷൻ ഫോർ ഡയബറ്റിക് പേഷ്യൻസ് എന്ന് പറയുന്നത് ഇതാണ്. ആയുർ ഡി മിക്സ് എന്ന് പറയുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ ഡയബറ്റിക് പേഷ്യൻസിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഡയബറ്റിക്കിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കുറെ നാൾ നമ്മൾ കണ്ടിന്യൂസ്ലി, നമ്മുടെ ലക്ഷ്യമാണ് ഡയബറ്റിക് ഫ്രീ നേഷൻ എന്ന് പറയുന്നത്. അത് ഇതിലൂടെ തന്നെ സാധിക്കും. ദെൻ ആയുർ TG മിക്സ് എന്ന് പറയുന്ന തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞില്ല എന്റെ എക്സ്പീരിയൻസ് ആണെന്ന്. ഇപ്പൊ ഞാൻ ഡെലിവറി കഴിഞ്ഞ്, ഇപ്പൊ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട്
എന്റെ വാവയ്ക്ക് ഇപ്പോ 5 മന്ത്സേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ വീണ്ടും റിവേർട്ട് അടിച്ചു വന്ന് തിരിച്ചു വരണം. സോ എന്റെ ഒരു ലൈഫ് ചേഞ്ചിങ് പ്രോസസ് ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഞാൻ ഇങ്ങനെയായിരുന്നു. ഞാൻ വണ്ണം കുറയ്ക്കാനല്ല, എന്റെ ഹെൽത്ത് ഓക്കെ ആക്കിയതാണ് ഞാൻ. എന്റെ PCOD ആൻഡ് ഫാറ്റി ലിവർ ഇഷ്യൂസ് ഉള്ളായിരുന്ന ഞാനാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ആ ലെവലിലേക്ക് വന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഫാറ്റി ലിവർ ഇഷ്യൂസ് ഉള്ള ആളുടെ റിസൾട്ട് ആണിത്. ഇത് ഫാറ്റി ലിവർ മാത്രല്ല. ഇതൊരു ഫാദർ ആണ് കേട്ടോ. ഇദ്ദേഹം റാന്നിയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. ഡയബറ്റിക് ആയിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. ആള് ഫുഡ് നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ട് പോലും നമുക്ക് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഗോയിറ്റർ ഇഷ്യൂസ് ഉള്ള ഒരു പേഷ്യന്റിന്റെയാണ് റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് തൈറോയ്ഡ് ബ്ലഡിനകത്ത് TSH ലെവൽ നോക്കിയാൽ 34.81 എന്നുള്ളത് നമുക്ക് 5.09 വന്നിട്ടുണ്ട്. അപ്പം ഇത് മിറാക്കിൾ പ്രൊഡക്റ്റാ നമ്മുടെ കൈവെള്ളയിലുള്ളത്. ഇതൊരു അമ്മയുടെ റിസൾട്ടാണ്. ഗട്ട് ഇഷ്യൂവിന് ആയുർ റിവൈറ്റലൈസർ ഹീമോപ്ലസ് എന്ന് പറയുന്ന നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ കൊടുത്തിട്ട് അമ്മയിൽ വന്ന ഓരോ മന്തിലും വന്ന മാറ്റമാണ് 72 ഇയേഴ്സ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭക്ഷണമാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ട് കേരളത്തിന് ന്യൂട്രാസ്യൂട്ടിക്കൽ ഹബ്ബായി തെരഞ്ഞെടുക്കുകയും തോന്നിക്കൽ ട്രിവാൻഡ്രത്ത് ന്യൂട്രാസ്യൂട്ടിക്കൽ സെന്റർ വരുന്നതും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനി ഇത് ഇല്ലെങ്കിൽ മരണനിരക്ക് കൂടും. രോഗികളുടെ എണ്ണം കൂടും. അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ തിരിച്ചറിഞ്ഞാണ് ഈ ഒരു സെഗ്മെന്റ് കൊണ്ടുവന്നത്. നമ്മളൊരു 5 വർഷമായി തന്നെ ഈ സെഗ്മെന്റ് ജനങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം നമ്മൾ എന്ത് ചെയ്യുക? ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഉപയോഗിക്കണം എന്നുള്ളതാണ്. നിങ്ങളിത് വാല്യുബിൾ ആയിട്ട് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു 1/2 മണിക്കൂറാണ് നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ളത്. അപ്ലൈ ചെയ്യണം. ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഹെൽത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതിനകത്ത് ഒരു സംശയവും ഇല്ല. ഹെൽത്ത് ഇല്ലാത്തത് കൊണ്ടാ പലയിടത്തും നമ്മൾ സ്റ്റക്ക് ആയി പോകുന്നത്. ചെയ്യുന്ന പ്രോസസ്സ് ബ്ലോക്കേജ് ആവുന്നത്. ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച്.